ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം കലുഷിതമായിക്കൊണ്ടിരിക്കെ ഗൾഫ് മേഖല വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ ഭരണകൂടവും തമ്മിലുള്ള വാക്പോര് കേവലം നയതന്ത്ര തർക്കങ്ങൾക്കപ്പുറം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇറാൻ ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെയും അവിടെ തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് അമേരിക്ക പ്രതികരിക്കുന്നത്. മുമ്പെങ്ങും ഒരു രാഷ്ട്രവും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് വെറുമൊരു ഭീഷണിയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മേഖലയിലെ US സൈനിക വിന്യാസം. എന്നാൽ അമേരിക്കയുടെ ഏതു തരത്തിലുള്ള പ്രകോപനത്തെയും നേരിടാൻ ഞങ്ങൾ സുസജ്ജമാണെന്നും കാഞ്ചികളിൽ വിരലമർത്തിയാണ് ഇറാൻ സായുധ സേന കാത്തിരിക്കുന്നതുമെന്നാണ് ഇറാന്റെ മറുപടി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുകയാണ്. നിലവിലെ പ്രതിസന്ധിയുടെ മൂലകാരണം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളുമാണെന്നാണ് അമേരിക്കയുടെ വാദം. 2025 ഡിസംബറിൽ ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളിൽ 5000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിഷേധക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ ട്രംപ് ഭരണകൂടം കടുത്ത ഉപരോധങ്ങളും സൈനിക ഭീഷണിയും ഉയർത്തുകയായിരുന്നു. പശ്ചിമേഷ്യൻ തീരത്തേക്ക് അമേരിക്ക അയച്ചിരിക്കുന്ന USS എബ്രഹാം ലിങ്കൺ വിമാന വാഹിനി കപ്പലും മിസൈൽ ഡിസ്ട്രോയറുകളും F-35 യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്ന വൻ നാവികപ്പട ഏതു നിമിഷവും ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയാണ്. വെനസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയൊരു സൈനിക സന്നാഹമാണ് താൻ ഇറാനെ ലക്ഷ്യമാക്കി നീക്കിയിരിക്കുന്നതെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ മറ്റൊരു രാഷ്ട്രീയത്തെയും അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്. അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചാൽ അത് പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കുന്ന തരത്തിലുള്ള വലിയൊരു യുദ്ധത്തിന് വഴിവെക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പു നൽകുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ 5 പ്രധാന തലങ്ങളിൽ ലോകത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഒന്നാമതായി ഇറാന്റെ ആഭ്യന്തര സുരക്ഷയും ഭരണസ്ഥിതിയുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇറാന്റെ കരുത്തുറ്റ റവല്യൂഷണറി ഗാർഡിനെ ലക്ഷ്യമിട്ടാണ് US ആക്രമണം നടത്തുന്നതെങ്കിൽ നിലവിലെ ഭരണകൂടം തകർന്നേക്കാം. ഒരു ജനാധിപത്യ മാറ്റമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെങ്കിലും ലിബിയയിലും ഇറാഖിലും നമ്മൾ കണ്ടതുപോലെ രാജ്യം മറ്റൊരു അരാജകത്വത്തിലേക്കും അവസാനമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലേക്കും കൂപ്പുകുത്താനാണ് സാധ്യത കൂടുതൽ. ഇത് മേഖലയിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കാൻ മാത്രമേ സഹായിക്കൂ. രണ്ടാമത്തെയും ഏറ്റവും ഗുരുതരവുമായ പ്രതിസന്ധി ലോക സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന തകർച്ചയായിരിക്കും. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുക എന്നതായിരിക്കും ഇറാന്റെ ആദ്യ പ്രതിരോധ തന്ത്രം. കടലിടുക്കിൽ മൈനുകൾ വിരിച്ചും സായുധ ഡ്രോണുകൾ ഉപയോഗിച്ചും കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുകയും വലിയൊരു വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. മൂന്നാമതായി ഈ യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നതാണ് വസ്തുത. ഖത്തറിലും ബഹ്റൈനിലുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട്. കൂടാതെ സൗദി അറേബ്യയെ പോലുള്ള അമേരിക്കൻ സഖ്യകക്ഷികളുടെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതൊരു പ്രാദേശിക യുദ്ധമായി പടരും. ഈ ഒരു ഭയം കാരണമാണ് ഗൾഫ് രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങളുമായി രംഗത്ത് വരുന്നത്. നാലാമതായി ഭരണകൂടത്തിന് തിരിച്ചടിയേറ്റാൽ അത് ഒരു സൈനിക സ്വേച്ഛാധിപത്യം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. റെവല്യൂഷണറി ഗാർഡ് നേരിട്ട് അധികാരം പിടിച്ചെടുക്കുകയും ഇറാൻ പൂർണ്ണമായും ഒരു സൈനിക രാഷ്ട്രീയമായി മാറുകയും ചെയ്താൽ അത് പശ്ചിമേഷ്യയിലെ നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കും. അഞ്ചാമത്തെ സാധ്യത എന്നത് ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എന്നതാണ്. എന്നാൽ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാനോ അമേരിക്കയുടെ നിബന്ധനകൾക്ക് പൂർണ്ണമായും വഴങ്ങാനോ ഇറാൻ തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇറാന്റെ ചരിത്രം പരിശോധിക്കുന്നവർ പറയുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ഇറാൻ അമേരിക്കൻ നീക്കങ്ങളെ കാണുന്നത്. അമേരിക്കയുടെ സൈനിക വിന്യാസത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ വലിയ ആശങ്കയിലാണ്. തങ്ങളുടെ മണ്ണ് ഇറാനിനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് UAE ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് തങ്ങളാണെന്ന ബോധ്യം ഗൾഫ് നാടുകൾക്കുണ്ട്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം നിലവിൽ സങ്കീർണമായി തുടരുന്നതിനിടയിൽ ഇറാനുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കൂടി ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയെ പതിറ്റാണ്ടുകൾക്ക് പിന്നോട്ട് കൊണ്ടുപോകും. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് ട്രംപ് ഒരു വശത്ത് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്.
ഇറാൻ ഭരണകൂടം ജനങ്ങളെ കൊല്ലുന്നത് നിർത്തിയാൽ ചർച്ചയാകാമെന്ന നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. എന്നാൽ തങ്ങളുടെ ആഭ്യന്തര നീതി നിർവഹണ സംവിധാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. വധശിക്ഷയ്ക്കെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം ലോകത്ത് സമ്മിശ്ര പ്രതികാരമാണ് ഉണ്ടാക്കുന്നത്. മിക്ക രാജ്യങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സൈനിക ഇടപെടൽ തങ്ങളുടെ മതപരവും സാംസ്കാരികവുമായ വ്യക്തിത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയായി പലരും കാണുന്നുണ്ട്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ ഗൾഫ് നാടുകൾ കഴിയുന്നത്. കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നിരന്നു നിൽക്കുമ്പോൾ കരയിൽ ഇറാൻ മിസൈലുകൾ ലക്ഷ്യം തെറ്റാതെ തൊടുക്കാൻ സജ്ജമായിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഉടനടി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ലോകം മറ്റൊരു മഹാദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും. 2026 ലോകം കടക്കുമ്പോൾ സമാധാനത്തിന്റെ വഴികൾ തേടുന്നതിന് പകരം യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് മാനവരാശിക്ക് ഗുണകരമാകില്ല.